ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ലൈനിനെ നമുക്ക് ഈക്വലി എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്നുള്ളതാണ്. ഈക്വലി നമ്മൾക്ക് ഡിവൈഡ് എന്നുള്ളൊരു ഓട്ടോക്യാഡിലെ ഓപ്ഷൻ അനുസരിച്ച് നമ്മൾക്ക് ഈസി ആയിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. എനിക്ക് ഈ ലൈനെ ഒരു 5 സെഗ്മെൻറ്റ്സ് ആയിട്ട് 5 പോർഷൻസ് ആയിട്ട് ഈക്വലി എനിക്ക് ഡിവൈഡ് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ലൈനെ സെലക്ട് ചെയ്തു. ഡിവൈഡ് എന്ന് കമാൻഡ് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു, എൻ്റർ കൊടുത്തു. അപ്പോൾ നമുക്ക് കാണാം സെലക്ട് ഒബ്ജക്റ്റ് ടു ഡിവൈഡ്. ഇത് ഞാനപ്പോൾ ലൈൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഒരടുത്ത ഓപ്ഷൻ വരും, എൻ്റർ ദ നമ്പർ ഓഫ് സെഗ്മെൻറ്റ്സ്. എത്ര സെഗ്മെൻറ്റായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. നമ്മൾക്ക് ഒരു ലൈനെ 4 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഞാൻ 4 എന്ന് കൊടുക്കണം. 5 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഞാൻ 5 എന്നുള്ള നമ്പർ കൊടുക്കണം. സോ ഞാൻ 5 എന്നുള്ള നമ്പർ കൊടുത്തു, എൻ്റർ കൊടുത്തു. അപ്പോൾ നമുക്ക് കാണാം 1 2 3 4 സ്റ്റാർ പോലുള്ള ഇൻറ്റു മാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷെ നമ്മുടെ സെഗ്മെൻറ്റ്സ് 1 2 3 4 5. അപ്പോൾ എനിക്ക് 5 സെഗ്മെൻറ്റ്സ് കിട്ടി. പക്ഷെ നമ്മളുടെ ആ ഇൻറ്റു മാർക്ക് ഡിവൈഡ് ചെയ്തേക്കുന്ന 4 പോയിൻ്റായിട്ട് കാണും. സോ നമ്മൾക്കിവിടെ 5 സെഗ്മെൻറ്റ്സ് ആയിട്ട് ഇവിടെ ഡിവൈഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഡിവൈഡ് ആയത് ഈക്വൽ ആണോ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. സോ ഒന്ന് ഡയമെൻഷൻ ലീനിയർ ക്ലിക്ക് ചെയ്തു. ഓക്കെ, 375. ഈ ഡയമെൻഷൻ കണ്ടിന്യൂസ് എന്നുള്ള ഓപ്ഷൻ ഞാൻ കൊടുത്തു. ഓരോ ക്ലിക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾക്ക് ഡയമെൻഷൻസ് മെഷർ ചെയ്യാം. സോ ഇവിടെ 5 സെഗ്മെൻറ്റും ഈക്വലി ഡിവൈഡ് ആയിട്ടുണ്ട്. ഈക്വൽ 5 സെഗ്മെൻറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.